കർണൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി വരുമ്പോൾ മുന്നിലിരിക്കുന്ന ഗോവർദ്ധനെയും രേവതിയെയും ഗീതയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും ആരെയും ഒരു നോട്ടം കൊണ്ടുപോലും നോക്കാതെ ദേഷ്യത്തിൽ അകത്തേക്ക് കയറിപ്പോയി. ഇവനിതെന്താ പറ്റിയേ? ഗോവർദ്ധൻ രേവതിയെ നോക്കി ചോദിച്ചു. എല്ലാം അവൻ്റെ പുന്നാര പെങ്ങൾ തന്നെ ചെയ്തു വെച്ചതിൻ്റെ ദേഷ്യമാ. 2 ദിവസത്തേക്ക് ആരും ഒന്നും മിണ്ടണ്ട. അവൻ എന്തു പറഞ്ഞാലും പിന്നെ അത് മതി അവന് ദേഷ്യം കൂടാൻ. പിന്നെ ആരൊന്നും മിണ്ടാതെ അവൻ പോയ വഴിയെ തന്നെ നോക്കിയിരുന്നു. കർണൻ വരുമ്പോൾ മിത്തുമോളെ കളിപ്പിച്ച് ബെഡിലിരിക്കുവായിരുന്നു കാർത്തിക പറയുന്നതിനൊക്കെ അവളെ നോക്കി കൂർപ്പിച്ചു നോക്കിയും കൈയ്യു മോണ കാട്ടിയും ചിരിച്ചും അവളുടെ കളിപ്പാട്ടങ്ങളെടുത്തെറിഞ്ഞും ഓരോന്ന് ചെയ്തുകൊണ്ട് തന്നെ മിത്തുമോളും ഇരുന്നു. പല്ലവി അലമാരയിൽ തുണിയടക്കി വെക്കുമ്പോഴും മിത്തുമോളുടെയും കാർത്തികയുടെയും കളിചിരികൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അവൾ. പെട്ടെന്ന് കർണനെ കണ്ടതും കാർത്തിക ബെഡിൽ നിന്നും എണീറ്റ് പിന്നിലേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ദയനീയമായി പല്ലവിയെ നോക്കുമ്പോൾ പല്ലവി അവളെ നോക്കി. അവൾ മിണ്ടാതെ കുനിഞ്ഞു നിൽക്കുന്നത് കണ്ട് മുന്നിലേക്ക് നോക്കിയതും കണ്ടു കർണനെ. അവനെ കണ്ടതും പല്ലവിയുടെ കണ്ണുകൾ അവനു വേണ്ടി പിടയ്ക്കാൻ തുടങ്ങി. അവനു വേണ്ടി അവളുടെ ചുണ്ടുകളും മിടിക്കാൻ തുടങ്ങി. തനിക്കുള്ള പ്രണയം അവനോട് പറഞ്ഞതാണ്. എന്നാൽ അവളിൽ നിന്നും താൻ ആഗ്രഹിച്ചൊരു വാക്ക് മാത്രം കേൾക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഓരോ സാമീപ്യത്തിലും അവൻ അവളോട് പ്രണയമുള്ളതായി തോന്നിയിരുന്നു. എന്നാൽ അത് ശരിക്കും തന്നോടുള്ള പ്രണയമാണോ, അതോ തന്നിൽ അവൻ്റെ അനുവിനെ അവൻ കാണുന്നത് കൊണ്ട് മാത്രം തോന്നുന്ന ഇഷ്ടമാണോ എന്നും അറിയില്ല. അവനെ കാണുമ്പോൾ മനസ്സ് വിങ്ങും പോലെ അർഹിക്കാത്തതാണോ താൻ ആഗ്രഹിച്ചതെന്ന്. കണ്ണൻ്റെ കരുത്തറ്റ കരം അവളിൽ പിടിമുറുക്കിയതും ഒരു ഞെട്ടലോടെ ചിന്തകളിൽ നിന്നും പിന്തിരിഞ്ഞ് അവൾ അവനെ നോക്കി. എന്നാൽ ആ മുഖത്ത് ദേഷ്യമല്ലാതെ മറ്റൊന്നും അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ അവളുടെ കൈപ്പിടി മുറുക്കി ബലമായി വലിച്ചുകൊണ്ട് താഴേക്ക് പോകുമ്പോൾ കാർത്തിക മിത്തുമോളെയും എടുത്ത് അവർക്ക് പിന്നാലെ തന്നെ പേടിയോടെ ഓടിച്ചെന്നു. കർണൻ പല്ലവിയെയും കൊണ്ട് താഴേക്ക് വരുമ്പോൾ മിത്തുമോളെയും കൊണ്ട് കാർത്തിക അവൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്നു. ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ, തെറ്റെൻ്റെയാ. ഞാൻ നിർബന്ധിച്ചുകൊണ്ടാ അവൾക്ക് മിത്തുമോളെയും കൊണ്ട് എനിക്കൊപ്പം വരേണ്ടി വന്നത്. ഏട്ടന് ദേഷ്യം എന്നോടല്ലേ, അതിന് അവളെ എന്തിനാ? അവൾ പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപ് തന്നെ കർണൻ തടഞ്ഞു. നിന്നോട് ഞാൻ അതിനൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. തൽക്കാലം എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ മാറുന്നതാ നിനക്ക് നല്ലത്. കണ്ണ, എന്താ ഇതൊക്കെ? മോളെ ഇവിടേക്ക് കൊണ്ടുപോകുന്ന നീ? അതിന് മാത്രം എന്ത് തെറ്റാ അവൾ ചെയ്തത്? ഗോവർദ്ധനൻ അവൻ്റെ മുന്നിൽ നിന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ ആരെയും നോക്കാതെ തന്നെ പറഞ്ഞു. അത് അവൾക്കറിയാം അവൾ എന്താ ചെയ്തതെന്ന്. തൽക്കാലം ആരും എന്നെ തടയാൻ നോക്കല്ലേ. ഇപ്പോൾ എനിക്ക് ഇവളെയും കൊണ്ടുപോയേ പറ്റൂ. പിന്നെ ആരെയും നോക്കാതെ തന്നെ കർണൻ പല്ലവിയെയും വലിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. പോകുമ്പോൾ പല്ലവിയെയും കർണനെയും മാറി മാറി നോക്കിക്കൊണ്ട് കാർത്തികയുടെ കയ്യിലിരുന്ന മിത്തുമോൾ വലിയ വായിൽ കരയാൻ തുടങ്ങി. പല്ലവിക്ക് അത് കണ്ടപ്പോൾ ഹൃദയം പൊട്ടും പോലെ തോന്നി. അവൾ ദയനീയമായി കർണനെ നോക്കുമ്പോൾ അവൻ അവളെ നോക്കുക പോലും ചെയ്യാതെ കാറിൻ്റെ ഡോറ് തുറന്ന് അതിലേക്ക് ഇരുത്തിയ ശേഷം ശക്തിയായി ഡോറടച്ചു. പിന്നെ ശരവേഗത്തിൽ വന്ന് കാർത്തികയുടെ കയ്യിലിരുന്ന മിത്തുമോളെ അവൻ്റെ കരങ്ങളിൽ ഒതുക്കി. കർണൻ്റെ കരങ്ങളിലെത്തിയതും അവളിലെ കരച്ചിൽ മാറി ചുണ്ടിൽ പുഞ്ചിരി തൂകി നിന്നു. കർണൻ മിത്തുമോളെയും കൊണ്ട് കാറിൽ കയറി അവളെ ചേർത്ത് പിടിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് കാറ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ അത് നോക്കി നിന്ന് എല്ലാവരിലും വേദന തോന്നി. ദത്തൻ കണ്ണുകൾ ചിമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി. മഹേശ്വരി അവനെ തന്നെ നോക്കി. എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡോക്ടറും. കണ്ണുകൾ തുറന്ന് മുന്നിലേക്ക് തന്നെ നോക്കി കിടക്കുന്ന ദത്തനെ നോക്കി ഡോക്ടർ ചോദിച്ചു, തനിക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? അതായത് തലയ്ക്ക് പെയിൻ എന്തെങ്കിലും? ചെറുതായി. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. താൻ ടെൻഷൻ അടിക്കേണ്ട. അതിനുശേഷം മുന്നിൽ നിൽക്കുന്ന മഹേശ്വരിയെ ചൂണ്ടി അയാൾ ചോദിച്ചു, ഈ നിൽക്കുന്നത് ആരെന്ന് മനസ്സിലായോ തനിക്ക്? ദത്തൻ മഹേശ്വരിയെ തന്നെ നോക്കി. കുറച്ചു നേരം അവിടെ നിശബ്ദതമായി. എന്നാൽ അവൻ എന്താവും പറയുക എന്നതോർത്ത് മഹേശ്വരിയുടെ മനസ്സ് പിടഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാൽ അവരുടെ ടെൻഷൻ വിരാമമിട്ടുകൊണ്ട് അവൻ മഹേശ്വരിയെ നോക്കി പറഞ്ഞു, അമ്മ. മഹേശ്വരിക്ക് വിശ്വസിക്കാനായില്ല. ഒരുപാട് വർഷമായി ആഗ്രഹിക്കുന്നു. തൻ്റെ മകൻ പഴയ പോലെ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞു. അവൻ്റെ ഹൃദയം കൊണ്ട് അമ്മയെന്ന് വിളിക്കുന്ന ആ ഒരു വിളിക്കായി. എന്നാൽ ഇന്ന് അത് സഫലമായി. ആരും തന്നെ പറഞ്ഞു കൊടുക്കാതെ അവൻ തൻ്റെ അമ്മയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതിൽ പരം സന്തോഷം അവർക്ക് വേറൊന്നും ഉണ്ടായിരുന്നില്ല.
അവരുടെ സന്തോഷവാക്കുകൾക്കും അതീതമായിരുന്നു. അവർ ഓടിച്ചെന്ന് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. തൻ്റെ മകനെ വാരി പുണർന്ന് പൊട്ടിക്കരഞ്ഞു. അത് നോക്കി നിന്ന് എല്ലാവരിലും സന്തോഷം നിറഞ്ഞു. എന്തായാലും ഇനി അമ്മയും മോനും ഉള്ള നിമിഷങ്ങളിൽ ഞങ്ങൾ വിലങ്ങുതടിയാവുന്നില്ല. അത്രയും പറഞ്ഞ് ഡോക്ടർ നഴ്സും പുറത്തേക്ക് പോകുമ്പോൾ ഇത്രയും നാളും തൻ്റെ മകനെ ഓർത്ത് സങ്കടപ്പെട്ട ആ കണ്ണുനീരിൽ ആനന്ദ കണ്ണീരായി അവരിൽ നിന്നും ഒഴുകിയിറങ്ങി. നിങ്ങളിതെങ്ങോട്ടാ ബാഗുമായി? രേവതി ഗീതയ്ക്കും കാർത്തികയ്ക്കും അരികിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പോകുക രേവു. എനിക്കെൻ്റെ മോനെ തിരികെ കിട്ടിയുള്ളൂ. വീണ്ടും അവൻ എന്നിൽ നിന്ന് അകന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് നിന്നോടും മോളോടും എവിടെ നിന്ന് പോകാൻ കണ്ണൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഗോവർദ്ധൻ മുന്നിലേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. അല്ലെങ്കിലും ഞാൻ പോണമെന്ന് കരുതിയിരുന്നതാ. ഞാനും ഏട്ടനുമൊത്തുള്ള അവസാന നിമിഷങ്ങൾ കടന്നു പോയത് ആ വീട്ടിലാ. അവിടെ എൻ്റെ ഏട്ടനുണ്ട്. ഇവിടെ എനിക്കെന്തോ പറ്റുന്നില്ല. പോയാലും ഞാൻ വരും. തൽക്കാലം ഇവളോടുള്ള ദേഷ്യം അവനിൽ നിന്ന് മാറുന്നത് വരെയെങ്കിലും ഞങ്ങൾ മാറി നിന്നേ പറ്റൂ. ഇവൾ കാരണം പല്ലവി മോളെ അവൻ വിഷമിപ്പിക്കരുതേ എന്നൊരു ചിന്തയേ ഉള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. അവനോട് പറയാതെ പോയാൽ എന്ത് നടക്കുന്നെന്ന് അറിയില്ലേ നിനക്ക്? അറിയാമേട്ട, അവനോട് ഞാൻ പറഞ്ഞോളാം. ഇവൾ ഇവിടെ നിന്ന ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇനിയും ഉണ്ടാവും. അത് വേണ്ട. ഇപ്പോഴുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർന്ന ശേഷം വരാം ഇവളെയും കൊണ്ട്. പിന്നെ ആരൊന്നും പറയാൻ നിന്നില്ല. കാരണം അവിടെ നിന്ന് മകളെയും കൊണ്ട് പോകണമെന്നത് ഗീതയുടെ ഉറച്ച തീരുമാനം തന്നെയായിരുന്നു. കണ്ണനൊപ്പം കാറിലിരിക്കുമ്പോഴും പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ സ്വയം അവളെ തന്നെ മനസ്സിൽ പഴിച്ചുകൊണ്ടിരുന്നു. ഞാനെന്ത് വിട്ടിയ അഭയം തന്ന ആളുടെ സാമീപ്യവും കരുതലും പ്രണയമായി കണ്ടതാന് എന്തൊരു മണ്ടിയാണെന്ന് അവൾക്ക് തന്നെ തോന്നിപ്പോയി. അനുവിന് നൽകിയ പ്രണയം അതൊരിക്കലും അവളുടെ ചെറിയ സാദൃശ്യമുള്ള തനിക്ക് കിട്ടില്ല. അങ്ങനെ ആഗ്രഹിച്ചത് തെറ്റാണ്. ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിക്കും കുഞ്ഞിനെയും അഭയം നൽകാൻ തോന്നിയില്ലേ? അത് പുണ്യമായി. അതിൽ കൂടുതൽ താൻ ആഗ്രഹിച്ചത് തന്നെ തെറ്റ്. ഒരുപക്ഷെ മിത്തുമോളോട് തോന്നിയ ഇഷ്ടമാവാം തന്നെയും ആ കുടുംബത്തിലേക്ക് അവരിൽ ഒരാളായി അവന് കൊണ്ട് നിർത്താൻ തോന്നിയത് പോലും. കണ്ണനെ പോലെ ഒരാളെ മോഹിക്കാനുള്ള ഒരു അർഹതയും അവൾക്കില്ലെന്ന് അവൾക്ക് സ്വയം അവളോട് തന്നെ തോന്നിപ്പോയി. ആരോന്നോർത്ത് മനസ്സിൽ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ഈറനായി ഒഴുകിയിറങ്ങുമ്പോഴും അത് കണ്ടിട്ടും കാണാത്ത പോലെ മുന്നിലേക്ക് നോക്കി തന്നെ അവൻ വണ്ടി ഓടിച്ചു. കുറച്ച് നിമിഷങ്ങൾക്കകം ഒരു കെട്ടിടത്തിൻ്റെ മുൻപിൽ അവൻ വണ്ടി നിർത്തി മിത്തുമോളെയും കൊണ്ട് പുറത്തിറങ്ങി. പല്ലവി കാറിൽ നിന്നും ഇറങ്ങാതെ തന്നെ ഇരിക്കുന്നത് കണ്ടതും കണ്ണൻ അവൾക്കടുത്ത് വന്നു നിന്നുകൊണ്ട് ഡോറ് തുറന്നു പിടിച്ച് ഇറങ്ങാനായി പറഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞിട്ടും ഇറങ്ങാതെ കാറിൽ തന്നെ ഇരിക്കുന്ന പല്ലവിയെ കണ്ടതും ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇറങ്ങുന്നുണ്ടോ നീ? എന്നെയും മോളെയും വല്ല ബസ് സ്റ്റാൻഡിലും ആക്കി തന്നാൽ മതി. ആർക്കും ശല്യമാവാതെ പോയിക്കോളാം എങ്ങോട്ടെങ്കിലും. നിന്നോട് സംസാരിക്കാനല്ല പറഞ്ഞേ, കാറിൽ നിന്നും ഇറങ്ങാനാ. പല്ലവി അവനെ ദയനീയമായി നോക്കിയ ശേഷം കാറിൽ നിന്നും ഇറങ്ങി. എന്നിട്ട് കർണനോട് ചോദിച്ചു. എന്നോട് അല്പം പോലും ഇഷ്ടം തോന്നിയിട്ടില്ലേ ഈ മനസ്സിൽ ഇപ്പോഴെങ്കിലും? എൻ്റെ മനസ്സിൽ എന്തെന്നറിഞ്ഞിട്ടേ വരൂ എന്നാണെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഇന്ന് മൊത്തം. അതുകൊണ്ട് ചുമ്മാ എൻ്റെ സമയം കളയാതെ വരുന്നതാ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ അറിയാലോ, എന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനും മടിക്കില്ല ഞാൻ. അത്രയും പറഞ്ഞ് കർണൻ അവരുടെ കരങ്ങൾ പിടിച്ചു വലിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവന് പിന്നാലെ അവളും ചെന്നു. കർണൻ്റെ പിടി തന്നിൽ നിന്നും പിടിമിട്ട് മാറിയതും അവൾ അവനെ നോക്കി. എന്നാൽ അവളെ ഒന്ന് നോക്കിയ ശേഷം ആ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് കയറിപ്പോകുന്ന അവനെ വീണ്ടും വീണ്ടും ദയനീയതയോടെ നോക്കുമ്പോൾ മുന്നിലെ ബോർഡിലെ അക്ഷരങ്ങൾ കണ്ണീരുകൊണ്ട് മങ്ങിയ പോലെ തോന്നി. അവൾ കണ്ണുനീരിനെ ആയാസപ്പെട്ട് തുടച്ചു നീക്കിയ ശേഷം ആ ബോർഡിലേക്ക് നോക്കി. സബ് രജിസ്റ്റർ ഓഫീസ് എന്നെഴുതിയ ചുവന്ന ലിപിയിൽ തീർത്ത ബോർഡിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. ഇവിടെ എന്തിനാ എന്നെയും കൊണ്ട് വന്നത്? ഇനി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് ഞാൻ ചെല്ലാൻ അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുമോ? അതുകൊണ്ടാണോ? എന്നിട്ട് എന്നൊന്ന് പറയാത്തേ? പല്ലവി തൻ്റെ മനസ്സിനോട് തന്നെ അത് ചോദിച്ചു നിൽക്കുമ്പോൾ അവൾക്ക് മുന്നിലേക്ക് ഒരു ചിരിയോടെ അനിരുദ്ധ് വന്നു നിന്നു. താനെന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? തനിക്ക് വേണ്ടിയിട്ടാ ഓഫീസ് പൂട്ടി പോകേണ്ടവരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നേ. ഓരോന്ന് ആലോചിച്ച് നിൽക്കാതെ വാടോ. പല്ലവി അനിരുദ്ധിനെ പിന്നാലെ ചെല്ലുമ്പോൾ 2-3 ഓഫീസർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കർണൻ മിത്തുമോളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നിടത്ത് ഒപ്പിടുന്നുണ്ട്. പല്ലവി മുന്നോട്ട് വന്ന് കർണൻ്റെ അടുത്തായി നിന്നു. അപ്പോഴേക്കും അതിലൊരു ഓഫീസർ അവളെ നോക്കി പറഞ്ഞു.
ഇനി താൻ കൂടെ ഒപ്പിട്ടേ ഇവിടെ. അപ്പോഴേ നിങ്ങൾ രണ്ടുപേരും നിയമപരമായി ഒന്നിക്കുകയുള്ളൂ. അത് കേട്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. സന്തോഷം കൊണ്ട് നീർമണിമുത്ത് പോലെ കണ്ണീർ സന്തോഷത്താൽ അവളിൽ നിന്നും വർഷിച്ചു. പല്ലവി കർണനെ നോക്കി ചിരിച്ച ശേഷം അതിലേക്ക് ഒപ്പിട്ടു. നിയമപരമായി എല്ലാം ഓക്കെയായി. ഇനി താലി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇവിടെ ഞങ്ങൾക്ക് മുന്നിലോ ഇല്ലെങ്കിൽ അമ്പലത്തിൽ വെച്ചോ ആ ഒരു ചടങ്ങ് ചെയ്യാവുന്നതാണ്. അതിനുള്ള ഉത്തരം അനിരുദ്ധാണ് നൽകിയത്. എന്തായാലും ആ ചടങ്ങ് ചെറുതായാലും വലുതായാലും അമ്പലത്തിൽ വെച്ച് തന്നെ നടത്തണമെന്നാണ് അല്ലേ കണ്ണ? അതിനൊന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. മഹേശ്വരി പിന്നിൽ നിന്ന് ശങ്കരനെ നോക്കി പറഞ്ഞു. ഇപ്പോൾ തന്നെ ഏട്ടനെ വിളിച്ചു പറയണം ദത്തൻ പഴയ ഞങ്ങളുടെ ദത്തനായെന്ന്, അവൻ്റെ ഓർമ്മ തിരികെ കിട്ടിയെന്ന്. എന്നാൽ അതിനുള്ള മറുപടി ദത്തൻ തന്നെ നൽകി. വേണ്ട മോനെ, ഏട്ടനെ അറിയിക്കാതിരുന്ന പിന്നെ അത് മതി പിണങ്ങാൻ. എന്നെ ഈ അവസ്ഥയിലാക്കിയ ആളെ തന്നെ വിളിക്കണോ അമ്മയ്ക്ക് വീണ്ടും? പറ. നമ്മുടെ അച്ഛനെ പോലും നമ്മിൽ നിന്നും അകറ്റിയ ദുഷ്ടനായാൾ, അയാളെ തന്നെ വിളിക്കണോ അമ്മയ്ക്ക്? ദത്തൻ്റെ ആ ഉറച്ചോരോ വാക്കുകളും അവരുടെ നെഞ്ചിൽ തൊടുത്തു വിട്ട കൂരമ്പ് പോലെ തുളച്ചു കയറി. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറ. അമ്മ കേട്ടത് ശരിയാണെന്ന് നോക്കാനാ. പറയടാ, നീ എന്താ പറഞ്ഞേ? കരഞ്ഞുകൊണ്ട് അവനെ നോക്കി അവർ പറയുമ്പോൾ ദത്തൻ അവരെ നോക്കി പറഞ്ഞു. എന്നെ ഈ അവസ്ഥയിലാക്കിയത് അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാ, ജനാർദ്ദന വർമ്മ എന്ന എൻ്റെ അങ്കിൾ. നമ്മുടെ അച്ഛനെ പോലും കൊന്നത് അയാളാ. അന്ന് അച്ഛനെ മാത്രമല്ല അച്ഛനൊപ്പം അമ്മയെയും എന്നെയും കൊല്ലാൻ നോക്കി. ബട്ട് അവിടെ അന്ന് നമ്മുടെ ജീവൻ തിരികെ തന്നു, അച്ഛനെ മാത്രം കൊണ്ടുപോയി. മഹേശ്വരി എല്ലാം കേട്ട് തറഞ്ഞു നിന്നു. സ്വന്തം ചോരയായ കൂടപ്പിറപ്പ് തന്നെ തൻ്റെ ഭർത്താവിനെ തന്നിൽ നിന്നും അകറ്റി. തൻ്റെ മകൻ്റെ അവസ്ഥയ്ക്കും അയാൾ തന്നെ കാരണമായി. അന്ധമായി തൻ്റെ സഹോദരനെ സ്നേഹിച്ചു പോയ പെങ്ങൾക്ക് കിട്ടിയ ശിക്ഷ. ദത്തൻ അവനറിഞ്ഞ എല്ലാം അവരോട് പറയുമ്പോൾ അവരുടെ ചങ്ക് പിടഞ്ഞു. എല്ലാം കേട്ട ശേഷം താങ്ങി നിൽക്കാനായി അവിടെ കണ്ട ചെയറിൽ പിടുത്തമിട്ട് നിന്നു. അപ്പോഴും അവരുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പല്ലവിയെയും മിത്തുമോളെയും കൊണ്ട് കർണൻ നേരെ വന്നത് ഗസ്റ്റ് ഹൗസിലേക്കായിരുന്നു. പല്ലവിക്ക് അവിടെ പുതിയതായിരുന്നു. എന്നാൽ കർണൻ കൂടെ ഉള്ളത് കൊണ്ട് അവൾ ഒന്നും ചോദിച്ചിരുന്നില്ല. അവനൊപ്പം എവിടേക്കും പോകാൻ അവൾ തയ്യാറായിരുന്നു. അത്രമാത്രം അവളിൽ അവനും വേരൂന്നി പോയിരുന്നു. അവർക്ക് പിന്നാലെ തന്നെ അനിരുദ്ധും അവിടെ എത്തിയിരുന്നു. കർണനൊപ്പം അകത്തേക്ക് കയറുമ്പോൾ ഇന്നുവരെ ഇല്ലാത്ത മറ്റെന്തോ ഒന്ന് അവളെ വന്ന് മൂടുന്ന പോലെ. കർണ, വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. നീ എവിടേക്ക് പല്ലവിയെയും കുഞ്ഞിനെയും കൊണ്ട് പോയതെന്ന് അറിയാൻ. എല്ലാവരും നല്ല വിഷമത്തിലായിരുന്നു. ഇപ്പോൾ അവരോടൊന്നും പറയണ്ട. നീ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. വേണ്ട, പറയണ്ട. നാളത്തെ ആ ചടങ്ങ് കൂടെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നേ. എല്ലാവരും അപ്പോൾ അറിഞ്ഞാൽ മതി. പിന്നെ കണ്ണൻ പല്ലവിക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അവിടെയാണ് നിന്റെ റൂം. നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെയുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടക്കാൻ നോക്കണം. രാവിലെ പോകാനുള്ളതാ. മിത്തുമോൾ എൻ്റെ കൂടെ കിടന്നോളും. അത്രയും പറഞ്ഞ് മിത്തുമോളെയും കൊണ്ട് പോകുന്ന കണ്ണനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം അവൾക്കായി നൽകിയ റൂമിലേക്ക് അവളും ചെന്നു. അവനിത് എവിടെയായിരിക്കും കുഞ്ഞിനെയും മോളെയും കൊണ്ട് പോയത്? എനിക്കെന്തോ മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല. എൻ്റെ രേവതി, നീ ഇങ്ങനെ ടെൻഷനാവാതെ. നമ്മൾ കരുതും പോലെ അതാവണമെന്നില്ല. എന്തായാലും അവൻ ഇങ്ങോട്ട് തന്നെ വരില്ലേ? അപ്പം ചോദിക്കാം. തൽക്കാലം നീ പോയി കിടക്കാൻ നോക്ക്. അവന് ഫോണെടുത്ത് പറഞ്ഞൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് അതുപോലും ചെയ്യാതെ. അവനെ മറ്റാരെക്കാളും അറിയാവുന്നവളാ നീ. നീ തന്നെ ഇങ്ങനെ ആയാലോ? വെറുതെ തണുപ്പ് കൊള്ളാതെ അകത്ത് കയറാൻ നോക്ക്. അവൻ അവരെയും കൊണ്ട് ഇങ്ങ് വരുമെന്ന് തന്നെയാ എൻ്റെ മനസ്സ് പറയുന്നത്. മഹാദേവൻ്റെ തിരുനടയിൽ വെച്ച് കണ്ണൻ്റെ താലി അവളുടെ കഴുത്തിൽ അധികാരത്തോടെ വീഴുമ്പോൾ അവൾ അവനെ തന്നെ നിറഞ്ഞ സന്തോഷത്താൽ നോക്കി. അവളിലെ ആ സന്തോഷം വാക്കുകൾക്കും അതീതമായിരുന്നു. കർണൻ്റെ കരങ്ങളാൽ അവളുടെ സിന്ദൂരരേഖയും ചുവന്നതോടെ അവളിലെ പെണ്ണ് പൂർണ്ണതയിലെത്തിയിരുന്നു. പല്ലവി കർണനെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. വൈറ്റ് ഷർട്ടിലും മുണ്ടിലും ഒന്നുകൂടെ അവൻ്റെ സൗന്ദര്യം കൂട്ടി. അവനിലെ ഗൗരവമാർന്ന പൗരുഷം ഇപ്പോഴും അതുപോലെ തന്നെ ആ മുഖത്ത് അതുപോലെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അനിരുദ്ധിൻ്റെ കയ്യിലിരുന്നു കൊണ്ട് തന്നെ അവനടുത്തേക്ക് നടന്നു വരുന്ന കർണനെയും പല്ലവിയെയും കണ്ട് മിത്തുമോൾ കരങ്ങളിട്ടടിച്ച് ചിരിക്കാനും കളിക്കാനും തുടങ്ങി. കർണൻ വാങ്ങി നൽകിയ വൈറ്റ് ഫ്രോക്കിൽ മിത്തുമോളും സുന്ദരിയായിരുന്നു. അനിരുദ്ധിൻ്റെ കയ്യിൽ നിന്നും മിത്തുമോളെ വാങ്ങി കർണൻ്റെ മുന്നിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവന് പിന്നാലെ തന്നെ പല്ലവിയും ചെന്നിരുന്നു.